ഓം ശ്രീ സായിരാം. സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശയജ്ഞത്തിന്റെ 390 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ്. നമുക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത് ശ്രീ ഡോക്ടർ സതീഷ് കുമാറാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്യാമള ചേച്ചിയും പ്രഭാകരൻ സാറുമാണ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മാഷേ തുടങ്ങിക്കോളൂ. സായിരാം. ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് ശരിക്ക് വളരെ ധന്യമായ ഒരു ദിവസം തന്നെ പറയാം. കാരണം കാസർഗോഡ് ജില്ലയിലെ സത്യസായി സേവാ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ചുക്കാൻ പിടിച്ച ഒരു കുടുംബം, കുഞ്ഞിരാമേട്ടനും ഭാര്യ ശ്യാമളാമ്മയും അതുപോലെ തന്നെ പ്രഭാകരൻ സാറും. ഇന്ന് പ്രഭാകരൻ സാറും ശ്യാമളാമ്മയും ഇപ്പൊ ഇവിടെ ഉണ്ട്. നമുക്ക് കൂടുതൽ പിന്നെ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് കിടക്കാം. ശ്യാമളമ്മ 3 പ്രാവശ്യം ഓങ്കാരം, 3 സായി ഗായത്രി. അതിനുശേഷം വായിച്ചു തുടങ്ങാം. ഒരു 10 മിനിറ്റ് അകം വായിച്ചാൽ മതി. അതിനുശേഷം അനുഭവങ്ങൾ പറയാം. ഒരു വീഡിയോ ഷോ ഉണ്ടാവും, ഒരു 2 മിനിറ്റ്. അതിനുശേഷം ഒരു ഭജന പാടി പിന്നെ വത്സലാമ്മ സായി ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. തുടങ്ങിക്കോളും. 3 ഓങ്കാരവും സായി ഗായത്രി. ഓം 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 സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓരോ ഹൃദയത്തിലും ധർമ്മപ്രതിഷ്ഠ നടത്തുക എന്നതാണ് ഇപ്പോഴത്തെ കർത്തവ്യം. ഓരോ പന്ഥാവിലും വേദാന്ത പുനരുദ്ധാരണത്തിൽ കൂടി ലഭ്യമാകുന്ന പ്രകാശം പരത്തേണ്ടിയിരിക്കുന്നു. പട്ടിണി കിടക്കുന്നവൻ സദ്യക്ക് കാത്തിരിക്കുന്ന സ്ഥിതിയിലാണ് ഇന്ന് ലോകം. വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമി മഴയ്ക്ക് ആശിക്കുന്നതുപോലെ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ ഈ നാട്ടിൽ അന്തരീക്ഷം അതൃപ്തി കൊണ്ടും ആത്മാർത്ഥതയില്ലായ്മയാലും മലീമസമായിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതാണ് നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ജനങ്ങൾ ദർശനം, സ്പർശനം, സംഭാഷണം ഇവയ്ക്കായി ആഗ്രഹിക്കുന്നത്. ആയിരങ്ങൾ ഈ അവസരത്തെ ഉപയോഗിക്കാത്തതിലാണ് എനിക്ക് ആശ്ചര്യം. സാരം ഇനി ഞാൻ വായിക്കാം. ദിവസങ്ങൾ കഴിയുന്തോറും ജനങ്ങൾ അന്യരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ആഗ്രഹിക്കുകയാണ്. അവർ ഭാഗ്യകാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. അന്യരുടെ കാര്യത്തിൽ താല്പര്യം പൂണ്ട് സ്വന്തം കാര്യത്തിൽ നിന്നും ഒഴിയാനാണ് അവരുടെ ശ്രമം. സ്വന്തം ജീവിതത്തിൻ്റെ വിശദ വിവരങ്ങളെക്കുറിച്ച് മനുഷ്യൻ യാതൊരു വേവലാതിയും ഇല്ല. സ്വന്തം അഭിവൃദ്ധി സംബന്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തലയിലേറ്റി നടക്കുന്ന അവന് ഈ പ്രതിപത്തിയുടെ കേന്ദ്രസ്ഥാനമായ സ്വന്തം ആത്മാവിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ എന്ത് പ്രയോജനമാണുണ്ടാകുന്നത്? സ്വന്തം ആത്മതത്വം അറിയാതെ ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു പല വർഗത്തിലുമുള്ള ജനങ്ങളുമായി ബന്ധം പുലർത്തി വരവ് ചെലവ് കണക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് നല്ലതല്ല. മനുഷ്യ ശരീരമെന്ന വൃക്ഷം കായ്ക്കുന്നത് അത് പ്രേമം പ്രദാനം ചെയ്യുമ്പോഴാണ്. അതിനെ വളർത്തിയെടുക്കുന്നതും ആ മധുരഫലത്തിനു വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭക്ഷണം ഭൂമിയിൽ നിന്നും സൂര്യനിൽ നിന്നുമാണ് അത് സ്വീകരിച്ചത്. ഈ രണ്ടിടങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തിൽ നിന്ന് കിട്ടിയ ദാനത്തിന് പകരം അതെന്താണ് തരുന്നത്? പ്രേമം. ആ പഴം മധുരമുള്ളതാണ്.
പക്ഷേ തൊലിക്ക് കയ്പുണ്ടായിരിക്കാം. കോപം, അസൂയ, ലോഭം മുതലായ ഫലത്തിന്റെ തോൽ നീക്കിയതിനു ശേഷമേ അത് ഉപയോഗിക്കാവൂ. നിങ്ങളിലെ കയ്പുരസത്തെ ഫലത്തിലെന്ന പോലെ നിങ്ങളിൽ തന്നെയുള്ള മധുരരസത്തെ വർദ്ധിപ്പിക്കുവാനും നിലനിർത്താനും ഉപയോഗപ്പെടുത്തണം. പുണ്യാത്മാക്കൾക്കും മുനിമാർക്കും അവരുടെ അനുഭവത്തിൽ നിന്ന്, ബാഹ്യലോകത്തിൽ നിന്ന് ലഭിച്ച സുഖം ആത്മീയ സാധനയിൽ നിന്ന് കിട്ടിയ സുഖവുമായി തട്ടിച്ചു നോക്കിയാൽ നിസ്സാരമായിരുന്നു എന്ന് നിങ്ങൾക്കും ബോധ്യമാകും. ആ പരമാനന്ദം ലഭിക്കുന്നതിന് വൈരാഗ്യത്തോടു കൂടിയുള്ള സാധന അത്യാവശ്യമാണ്. കുഴൽ കിണർ നിർമ്മിക്കുമ്പോൾ കുഴലിൽ വായു ഇല്ലാതിരുന്നാലേ ജലം ഉയർന്നു വരികയുള്ളൂ. അതുപോലെ ലൗകിക ജീവിതത്തോടുള്ള മമത നിങ്ങളുടെ സാധനയെ അപകടപ്പെടുത്താതെ സൂക്ഷിക്കണം. അഹങ്കാരമോ ഇന്ദ്രിയ സുഖത്തോട് ആഗ്രഹമോ മനസ്സിനെ ആക്രമിച്ചാൽ അതിൽ പ്രേമം നിറഞ്ഞു തുളുമ്പുകയില്ല. ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഉയർച്ചയിലും താഴ്ചയിലും നല്ലതിലും ചീത്തയിലും ശരിയിലും തെറ്റിലും കുടുങ്ങിക്കിടക്കും. കുറേ ദുഷ്ടകഥാപാത്രങ്ങളുടെ ഇടയ്ക്ക് കഥാനായകന്റെ വ്യക്തിത്വം കൂടുതൽ പ്രകാശിക്കും. പ്രഹ്ലാദന്റെ ഭക്തിയെ ഹിരണ്യാക്ഷന്റെ ഭക്തിരാഹിത്യവുമായി തട്ടിച്ചു വന്നു. പാണ്ഡവരുടെ സൗമ്യതയുടെ ശക്തി അവർ ക്രൗര്യത്തെ നേരിട്ടപ്പോൾ ആണ് കാണിച്ചത്. പട്ടണങ്ങളിൽ അഴുക്കുജലം വെളിയിൽ തള്ളുന്നതിനും ശുദ്ധജലം വിതരണം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ശുദ്ധരക്തവും അശുദ്ധരക്തവും ഒഴുകുന്നത് പ്രത്യേകം കുഴലുകളിൽ കൂടിയാണ്. അവ രണ്ടും അവന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനസാക്ഷിയെയും ഉത്തമ പ്രചോദനങ്ങളെയും തട്ടി നീക്കിക്കൊണ്ടുപോലും നിങ്ങൾ തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സന്തോഷം സമ്പാദിക്കാനുള്ള ഏറ്റവും എളുപ്പമായ വഴി എന്ന നിലയ്ക്ക് ലോകം ലാഭത്തിന്റെ പിറകെ ഓട്ടമാണ്. അമിത ലാഭം, ക്ഷിപ്രലാഭം, യത്നമില്ലാത്ത ലാഭം, ഇതിലാണ് എപ്പോഴും കണ്ണ്. അളക്കുമ്പോഴും എണ്ണുമ്പോഴും കൂടി ഒന്ന് എന്നല്ല ആരംഭിക്കുന്നത്, ലാഭം എന്നാണ് ആരംഭം. അടുത്ത സംഖ്യ രണ്ടു തന്നെയെങ്കിലും പ്രവൃത്തിയുടെ ആരംഭം തന്നെ ലാഭം എന്ന ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ടാണ്. സേവന മനോഭാവത്തോടെ അല്ല. ആഡംബരപൂർവം ജീവിക്കുക, അന്യർക്ക് അസൂയ തോന്നത്തക്ക വിധത്തിൽ ജീവിക്കുക എന്നതാണ് ഇന്നത്തെ ഉദ്ദേശം. എന്നാൽ മഹത്വത്തോടു കൂടി ജീവിക്കുക അഥവാ മഹത്വത്തോടെ മരിക്കുക, ഇനിയൊരിക്കൽ മരണമെന്ന അവമതിയെ നേരിടാതെ മരിക്കുക, അതെങ്ങനെ സാധിക്കാം എന്നതായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം. മുഹമ്മദ് ഗസ്നി 100 കണക്കിന് പട്ടണങ്ങളെ കൊള്ളയടിച്ചു. പക്ഷേ മരണശേഷം തൻ്റെ ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടും ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരണമെന്ന കാര്യസ്ഥനോട് അദ്ദേഹം ഏർപ്പാട് ചെയ്തു. താൻ വെറും കൈയോടെ വന്നതുപോലെ വെറും കൈയോടെ ലോകത്തോട് വിട പറയുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ എന്നതായിരുന്നു ഉദ്ദേശം. നിങ്ങൾ മരണശേഷം എന്താണ് തിരിച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ ആരോഗ്യവും സ്വഭാവ രീതികളും അറിയുന്ന ഒരു വിദഗ്ധന്റെ ഉപദേശവും അനുസരിച്ചാണ് സാധന പരിശീലിക്കേണ്ടത്. അമിതമായ ആവേശവും സമയനിഷ്ഠയില്ലായ്മയും പാടില്ല. വിവേകശൂന്യമായ സാധന പ്രയോജനരഹിതമാണ്. ചൂടയിൽ വെച്ചിരിക്കുന്ന ഇഷ്ടിക അല്പം മറവി കൊണ്ട് വേവ് പാകം തെറ്റി കേടുവന്നു പോകും. അലക്കാൻ കൊടുത്ത വസ്ത്രങ്ങൾ കാരം കുറച്ചധികമായാൽ കേടുവന്നു പോകും. അയൽക്കാരിയുമായി കുറച്ചധികം നേരം സംസാരിച്ചിരുന്നാൽ അടുപ്പത്തിരിക്കുന്ന ഭക്ഷണം കരിഞ്ഞു പോകും. സാധനയ്ക്ക് സർവപ്രധാനമായ കാര്യങ്ങളാണ് ശ്രദ്ധ, നിരന്തരമായ നിരീക്ഷണം. ഇവ നിരന്തരമായ ആത്മപരിശോധന ഇല്ലാത്തതിനാൽ ലോകം പലപ്പോഴും രോഗത്തിലാണ് അവസാനിക്കുക. സ്വപ്നത്തിൽ മൂർഖൻ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അവനെ ഉണർത്തിയാൽ അവന്റെ വേദന മാറും. അതിന് വൈദ്യൻ ആവശ്യമില്ല. അതുപോലെ അജ്ഞാനം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന അർജുനന് ജ്ഞാനം പ്രദാനം ചെയ്യുകയും അദ്ദേഹം തന്റെ ധർമ്മം ചെയ്യുകയും ചെയ്തു. വേദനയും സർപ്പവും അപ്രത്യക്ഷമാകാൻ സ്വപ്നം കാണുന്നവനെ ഉണർത്തുകയേ വേണ്ടു. സായിരാം. ഇനി അനുഭവം പറയാം. ശ്യാമളേട്ടിക്ക് ഏത് പറയണം എന്നുള്ളതായിരിക്കും പ്രശ്നം. ശ്യാമളേട്ടിയുടെ അമ്മയുടെ വീട്ടില് സ്വാമിയുടെ മിറാക്കിൾസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാടുകാർക്കൊക്കെ വളരെ ഭാഗ്യമുണ്ട് ആ വീടോടെ ഉള്ളത്. അപ്പോ അമ്മ ഇനി അനുഭവം പറഞ്ഞോളൂ. സായിരാം. 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 ചേച്ചി കുറച്ച് നടുവിലേക്ക് ഇരിക്കും, മറഞ്ഞു പോയിടും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സായിരാം. ഓം സായിരാം. സായിരാം. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തീർക്കാൻ സമയമില്ല. എത്രയോ ഉണ്ട് അനുഭവങ്ങൾ.
അതിൽ നിന്ന് കുറച്ച് 2-3 ഞാൻ കുറച്ച് ചുരുക്കി പറയാം. എന്താണെന്ന് പറഞ്ഞാൽ 1970 ഞാൻ ആദ്യം പുട്ടപർത്തിക്ക് പ്രഭാകരൻ്റെ അച്ഛനും ഞാൻ ഇവർ കുട്ടികളെല്ലാം, പ്രഭാകരൻ അന്ന് 8 വയസ്സാണ്. ആ സമയത്ത് കുട്ടികളെയും കൊണ്ട് കാളവണ്ടിയിലാണ് യാത്ര. അങ്ങനെ പോയി പുട്ടപർത്തി എത്തി. റൗണ്ട് ബിൽഡിങ് പിന്നെ അവിടെ നടത്തേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം മുഴുവൻ മരങ്ങളാണ്. ആ മരങ്ങളെല്ലാം കൊത്തിയിട്ട് അതിനെല്ലാം മണ്ണ് കടത്തലാണ്. ഞാൻ പിന്നെ കുഞ്ഞിരാവട്ടിന് ഞങ്ങൾ കുറേ പെണ്ണുങ്ങളും കുഞ്ഞിരാവട്ടിന് കുറേ ആണുങ്ങളെല്ലാം ഈ കൂട്ടയിൽ മണ്ണിട്ടിട്ട് കടത്തുക. അപ്പോൾ ഇവർ ചെറിയ കുട്ടികളല്ലേ, അവരെ മരച്ചോട്ടിൽ ഇരുത്തി കടലേര മണി ഇട്ട് കൊടുക്കും. അവർ കുറച്ച് കഴിയുമ്പോൾ അത് തീർന്നിട്ടാകുമ്പോൾ കരയാൻ തുടങ്ങി. ആ സമയത്താണ് സ്വാമി കാറിലെ കൂടിയിട്ട് അവിടെ കുട്ടികളെടുക്ക നിന്നു. എന്നിട്ട് അവിടുന്ന് കൈകൊട്ടി എന്നെ വിളിച്ചു. ഏയ്, സ്വാമിക്ക് എങ്ങനെ അറിയും ഞാനാണ് ആ കുട്ടികളെ അമ്മാണ്? സ്വാമി പറഞ്ഞു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. മലയാളത്തിൽ തന്നെ പറഞ്ഞത്. കുട്ടികൾ എന്തിനിങ്ങനെ വിശക്കുന്ന കരയുന്ന കാണുന്നില്ലേ? ആ കടലേര മണി തീർന്നതിൻ്റെ ശേഷമാണ് അവർ കരയാൻ തുടങ്ങിയത്. അപ്പം സ്വാമി എന്നെ ക്യാൻറ്റീനിൽ വരെ ഒരാളെ പറഞ്ഞയച്ച് അതിന് ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഭഗവാൻ തന്നെ വിളമ്പി കൊടുത്തു. കുട്ടികൾക്ക് വയറ് നിറഞ്ഞു. അങ്ങനെ സന്തോഷം. അങ്ങനെ ആ റൗണ്ട് ബിൽഡിങ്ങിൻ്റെ പണിയും കൂടെ നമ്മൾ എടുത്തതാണ് പണ്ട്. അതൊരു അനുഭവം. പിന്നെ രണ്ടാമത്തെ ഒരു അനുഭവം എന്തെന്ന് പറഞ്ഞാൽ പിന്നെ അത് സ്വാമി പറഞ്ഞു എന്നോട്. പിന്നെ കുട്ടികളിങ്ങനെ വിഷമിക്കുക, ഒരിക്കലും കുട്ടികളെ വയറ് വിഷമിക്കരുത് എന്ന് പറഞ്ഞു. ഇല്ല സ്വാമി, ഞാൻ ഒരിക്കലും വിഷമിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ദിവസം സ്വാമി പിന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അമ്മയും കൂട്ടി പുട്ടപർത്തിക്ക് പോയ സമയത്ത് അമ്മക്ക് ക്യാൻസർ ആയിരുന്നു വായിൽ. അമ്മയും കൂട്ടി ദർശനത്തിന് ഇരുന്നിട്ടാകുമ്പോൾ അമ്മ ഇത് ദേവി മഹാത്മ്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഒച്ചയിൽ വായിക്കരുത്, മെല്ലെ വായിക്ക്. ആ സമയത്ത് സ്വാമി വന്നു. സ്വാമി വന്നിട്ട് എന്നോട് പറഞ്ഞു, അന്നെല്ലാം മുഴുവൻ പൂഴിയല്ലേ ഇവിടെ പ്രശാന്തി നിലയത്തിൻ്റെ പുറത്ത്, അവിടെ പോയി അമ്മയും കൂട്ടി ഇരിക്കുന്നു. മലയാളത്തിൽ തന്നെ പറയുന്നു. സ്വാമിക്കറിയാം, എനിക്കൊരു ഭാഷ അറിയില്ല. അവിടെ പോയി അമ്മയും കൈ പിടിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തി. സ്വാമി എൻ്റെ ഒരു റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ ഇരുത്തിയതിൻ്റെ ശേഷം അമ്മ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, എൻ്റെ ദേവി മഹാമായ എന്ന് പറഞ്ഞ് സ്വാമിയുടെ കാലിന് നമസ്കരിച്ചിട്ട് അമ്മേരെ ഈ വായു ക്യാൻസർ വന്നതുകൊണ്ട് സ്വാമിയുടെ കാലിന് ഇട്ടൊരച്ച് അത് ഭഗവാന്റെ അങ്കി മുഴുവനും ചാലുവും ചോരയായി. ഭഗവാൻ ഉടനെ സ്വാമിയുടെ കയ്യിലുള്ള കർച്ചീഫ് എടുത്തിട്ട് അമ്മേരെ ആ ചോരി ഇതെല്ലാം തടിച്ചപ്പോഴേക്ക് ഭഗവാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വീണോണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞു, കരയരുത്, ഞാനുണ്ടെന്ന് എനിക്കെന്ന് പറഞ്ഞു. സ്വാമി വിഭൂതി സൃഷ്ടിച്ചിട്ട് വായിലിട്ട് കൊടുത്തു. ക്യാൻസർ സ്വാമി പറഞ്ഞു. ഉടനെ ക്യാൻസർ എന്ന് പറഞ്ഞു എന്നോട്. അവസാനം സ്വാമി പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു, അമ്മ ധർമ്മദേവതയാണ്, അമ്മ ഭാവാണ്. അമ്മേരെ ഓരോ അനുഭവം കുറേ എന്നോട് പറഞ്ഞു. അനുഭവം കുറേ പറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ അമ്മക്ക് വളരെ സന്തോഷമായി. അപ്പോൾ എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു സ്വാമിയോട്. അത് ആളെ മുമ്പൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ഇൻ്റർവ്യൂവിലും കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വാമി ആ വാതിൻ്റെ അടുത്തുനിന്ന് എല്ലാവരും പുറത്തേക്ക് പോയി അവസാനം ഞാൻ കുറേ ബാക്കിൽ നിന്നു. അവസാനം സ്വാമിയോട് പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രഹസ്യം. അടുത്തെത്തുമ്പോൾ സ്വാമി പറഞ്ഞു, നീ പറയാൻ നിൽക്കുന്നത് എനിക്കറിയാം, അതിൻ്റെ മറുപടി എല്ലാം പറഞ്ഞു തന്നു എനിക്ക് സ്വാമി, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അതൊരു അനുഭവം കുറേ ഉണ്ട്. അതങ്ങനെയായി. പിന്നെ കുറച്ച് ഒരു 10-20-25 കൊല്ലം, അതിന് കുറേ ഉണ്ട്. എൻ്റെ അടുത്ത് 10-25-30 വർഷമായി തോന്നുന്നു. എനിക്കൊരു അസുഖം വന്നു. എന്തെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം തളർന്നിട്ട്, ഒരു കൈ തളർന്നിട്ട് അവസാനം ഡ്യൂട്ടിക്ക് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. വലത്തെ കൈ അനക്കാൻ പറ്റുന്നില്ല. സമിതിക്ക് ഇവിടെ പുട്ടപർത്തിയിൽ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റൂലല്ലോ സ്വാമി. അപ്പോൾ ഒരു 11 മണി സമയത്ത് ഞാൻ ഇവിടെ വീട്ടിൽ വരാന്തയിൽ ഇങ്ങനെ ഇരുന്നിട്ട്, സ്വാമി വീട് ആരുമില്ല, ജോലിക്കാരില്ല, ഇവിടെ പീടിയിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ എങ്ങനെയൊക്കെ വലം കൈ അനങ്ങാൻ, ഞാൻ എൻ്റെ ഡ്യൂട്ടി പോയില്ലേ സ്വാമി എന്ന് പറഞ്ഞ് ഞാൻ കരയുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്നതിൻ്റെ മുട്ടിയിട്ട് തന്നെ ഒരു വലിയൊരു തൂണുണ്ട്. ഈ വീട്ടിൽ ഞാനിവിടെ ഇരിക്കുന്ന വീട്ടിൽ തന്നെ ഒരു തൂണിൻ്റെ മുകളിൽ വന്ന് സ്വാമി എന്നെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നു. സ്വാമി പറഞ്ഞു, ഏയ് ഒരു പേനയും കടലാസയും എടുത്ത് വാ എന്ന് പറഞ്ഞു സ്വാമി.
ഇത് ഇവിടുന്ന് സ്വാമിയുടെ ശബ്ദം കേൾക്കുന്നത് മുകളിലേക്ക്. പിന്നെയും സ്വാമി പറഞ്ഞത്, നിന്നോടാ പറഞ്ഞത് വേഗം എടുത്ത് വന്നു. ഞാൻ ഉടനെ ഒരു പേനയും കടലാസും എടുത്തു വന്നു. സ്വാമി പറഞ്ഞു എഴുതുന്നു. ഇത് വലം കൈ അനക്കാൻ കഴിയുന്നില്ല. സ്വാമിയോട് ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ എഴുതും സ്വാമി, എന്തെന്ന് എഴുതണ്ട്, നിന്നോടാ എഴുതാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വരി ഒരു സ്വാമി ഒന്ന് പറഞ്ഞു തന്നു, ഒരു പാട്ട്. അത് ഞാൻ അവസാനം പറയാം. അതെല്ലാം അത് ഞാൻ ഭജനയിൽ പാടാം. ഇത് പാടിക്കയ്യും അത് ഞാൻ എഴുതി കഴിയുമ്പോഴേക്കന്നെ എൻ്റെ വലം കൈയും എല്ലാം ശരിയായി. എഴുതി കഴിയുമ്പോഴേക്കന്നെ ഞാൻ ഡ്യൂട്ടിക്കും പോയി. ഈ പറഞ്ഞു തന്ന സ്വാമി 2 വരി പാടി തന്നു എനിക്ക്. അത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഞാനത് പാടാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഒരു ദിവസം ഞാനും പിന്നെ പ്രഭാകരൻ്റെ അച്ഛനും വൈറ്റ് ഫീൽഡിൽ പ്രഭാകരൻ പോയ സമയത്താണ് സമ്മർ കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു പ്രഭാകരൻ. അപ്പം അവനെ കാണാൻ വേണ്ടിയിട്ട് വൈറ്റ് ഫീൽഡിൽ കുഞ്ഞിരാവട്ടിനി ഇത് മറന്നുപോയി, വഴി മറന്നുപോയി, തെറ്റിപ്പോയി. അങ്ങനെ ഇവിടെ വൈറ്റ് ഫീൽഡിൽ ഇറങ്ങേണ്ടത് എവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി നടന്ന് അപ്പം ആ സമയത്ത് എനിക്ക് നടുവേദന ഭയങ്കരമായിരുന്നു. 12 മണി ഉച്ചക്ക് കുറേ നടന്നു. പ്രഭാകരൻ്റെ അച്ഛൻ വിചാരിച്ച് അവരുടെ ബാക്കിൽ ഞാനുണ്ട് എന്ന്. നടന്ന് അങ്ങെത്തി എനിക്ക് ഒരടി മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല. ഞാനാടെ 12 മണി ഉച്ചക്ക് ഞാനാടെ ബോധം കെട്ട് വീണു റോഡിൽ. സ്വാമി എന്ന് പറഞ്ഞ് വീണിട്ടാകുമ്പോൾ കുഞ്ഞിരാവട്ടൻ. പിന്നെ അപ്പോഴേക്ക് കാണുന്നുണ്ട്, ബോധം ഉണരുമ്പോഴേക്ക് ദൂരത്തുനിന്ന് ഒരു കാറ് വരുന്നുണ്ട്. കുഞ്ഞിരാവട്ടൻ അതിൽ കയറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ കയറ്റി. അപ്പോഴേക്ക് ആ കാറ് ഭഗവാന്റെ കാറ്, സ്വാമി ഇരിക്കുന്ന കാറിൽ എന്നെ, സ്വാമി ഇല്ല, ആ ഡ്രൈവർ എന്നെ കൈ പിടിച്ച് കാറിലിരുത്തി ഭഗവാൻ വൈറ്റ് ഫീൽഡിൽ സ്വാമിയുടെ വരാന്തയിൽ സ്വാമിയുടെ ഇരിക്കുന്ന സ്വാമിയുടെ മന്ദിരത്തിൻ്റെ ഉള്ളിൽ അടയ്ക്കുമ്പോഴേക്ക് ഭഗവാൻ അവിടെ നിൽക്കുന്നു. സ്വാമി ഒന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് ഞാൻ പോയി വൈറ്റ് ഫീൽഡിൽ പിന്നെ ദർശനത്തിന് ഇരുന്നു. അത് അങ്ങനത്തെ ഒരു അനുഭവം. പിന്നെ പിന്നെ ബാംഗ്ലൂരിൽ പോകും. വേറെ എന്തെന്ന് പിന്നെ എൻ്റെ അമ്മേരെ അനുഭവങ്ങൾ പറഞ്ഞു. പിന്നെ എൻ്റെ മോളെ അനുഭവമുണ്ട്, അതും പറയാം. അവൾക്ക് എപ്പോഴും ഒരു വയറ്, അത് ഗർഭപാത്രത്തിൻ്റെ വാൾവ് മുഴുവൻ, ഗർഭിണിയായിരുന്നു, 2ാമത്തെ കുട്ടീനെ ഗർഭപാത്രത്തിൻ്റെ വാൾവ് മുഴുവൻ ചീഞ്ഞളിഞ്ഞിരുന്നു. അവൻ കോഴിക്കോടാണ് അവൾ താമസപ്പോൾ. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. പുട്ടപർത്തിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഇവള് ഫോൺ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് അനങ്ങാൻ. ഞാൻ സ്വാമിയോട് തനിയെ പറഞ്ഞു, സ്വാമി ഒരു മോളേലില്ലു, എനിക്ക് ആ മോളും പോയാൽ എനിക്ക് ആരില്ലേ ഈശ്വരാന്ന് പറഞ്ഞ് കരഞ്ഞു. നാട്ടിൽ വന്നു ഡോക്ടറെ കാണിക്കുമ്പോഴേക്ക് ഞാൻ കുറേ ഇതായി നോക്കുമ്പോഴേക്ക് ചീഞ്ഞളിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനിയില്ല, ബാക്കിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഒച്ചത്തിൽ കരഞ്ഞിട്ട്, സ്വാമി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഡോക്ടറോടൊന്ന് ആദ്യം നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോഴേക്ക് ഡോക്ടർ പിന്നെ പറയുന്നു, ഒരു പ്രസവം ആദ്യം നടത്താം, വാൾവെല്ലാം പുതിയത് വെച്ച പോലെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഓരോ ആസ്പത്രിയിൽ കിടക്കുന്ന സമയത്ത് വയറ്റിനൊരു കുത്ത്, അതാണ് ആദ്യം ഉണ്ടായത്. ഒരു ഒറ്റ കത്തി എടുത്തിട്ട് കുത്തുമ്പോൾ എന്നെ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഉടനെ ആദ്യം ഡോക്ടറെ അടുത്ത് കാണിച്ചു. എന്തോ നോക്കുമ്പോഴാണ് ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് കുത്തിയതൊന്നുമല്ല, ഇത് പുതിയ വാൾവ് വെച്ചതാണ് പറഞ്ഞു. അങ്ങനെ ആ മോളെ അതിൽ ചെറിയ ചെറിയ അനുഭവം പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മ ഉണ്ടാവുക അത്രക്കില്ല അനുഭവം എനിക്കില്ലു ജീവിതം. പിന്നെ അമ്മ വീട്ടിൽ, എൻ്റെ അമ്മയും ഇതേപോലെയാണ്. പിന്നെ ഒരു ദിവസം എന്നോട് ഇവിടെ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു, മോളെ എന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. എന്താ ഇന്ന് ഭജനയില്ലേ, ഇന്നെങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അവസാനം നോക്കുമ്പോൾ എന്നാ പോണ്ട അല്ലേ എന്ന് പറഞ്ഞു. അമ്മ മുഖം കഴുകിയിട്ട് വരുമ്പോഴേക്ക് പൂജാറും മുഴുവൻ വിഭൂതി, ബർത്ത്ഡേ സ്വാമിയുടെ മുഴുവൻ വിഭൂതി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബക്കറ്റിൽ കോരിയെടുക്കാം. നമ്മൾ ഇവിടെ ഞാൻ താമസിച്ചു, അതങ്ങനെ വന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇതേപോലെ അമ്മക്ക് ക്യാൻസറിലും കുറച്ച് സുഖമായിന്. അവസാനം എന്നോട് പറഞ്ഞു, അമ്മേ മോളെ എനിക്കൊന്ന് ഗുരുവായൂർ പോകണമായിരുന്നല്ലോ, ഒന്ന് എനിക്ക് വാഗച്ചാർത്ത് കാണണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എങ്ങനെ അമ്മ പോകും ഇപ്പോൾ, നമ്മൾ ഗുരുവായൂരപ്പനും കൃഷ്ണനും ഇതല്ലേ ഇടന്നെ ഇരിക്കുന്നത്, നമ്മളെ സ്വാമിയല്ലേ ഗുരുവായൂരപ്പൻ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പോണ്ട അല്ലേ എന്ന് പറഞ്ഞു. ഉള്ളിൽ സങ്കടം വന്നു ഗുരുവായൂർക്ക് പോകാഞ്ഞിട്ട്. അമ്മ 3 മണിക്കാണ് അമ്മ എണീക്കും. അമ്മയുടെ പ്രാർത്ഥനക്ക് രാവിലെ 3 മണിക്ക് പൂജാ റൂമിൽ പോയി നോക്കുമ്പോഴേക്ക് കൃഷ്ണ വിഗ്രഹത്തിലും വലിയ ഗണപതിയിലും എല്ലാവർക്കും
വാഗപ്പൊടി. ആ വാഗപ്പൊടി എന്തെന്ന് അപ്പോഴാണ് കണ്ടത്. മോളെ ഇതെന്താന്ന് ഒരു സാധനം നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഒരു ഭാഗം വിഭൂതി, ഇപ്പുറം എല്ലാം പറയണ്ട കുറേ അപ്പൊ ഒച്ചത്തിൽ പറഞ്ഞു അമ്മ ഇതാണ് വാഗപ്പൊടി എന്ന് പറഞ്ഞു. അങ്ങനെ അത് പിറ്റേ ദിവസം തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ളവരും കൂടെ വരെ ഇതറിഞ്ഞു. എല്ലാരും വാഗപ്പൊടി തിന്നെല്ലാം വന്നു. അതങ്ങനെ വന്നു, അതങ്ങനെ ആയല്ലോ. പിന്നെ ഒരു ദിവസം എന്നോട് പിന്നെ വിഭൂതി ഇതെല്ലായിട്ട് എന്നോട് പറഞ്ഞു. ഒരു ദിവസം പിന്നെ അമ്മ പറഞ്ഞു ഗുരുവായൂർ പോകുന്നതിന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് അമ്മ രാവിലെ ഒരു 10-11 മണിക്ക് കുളിച്ച് തോർത്തുമുണ്ട് പുറത്ത് അറിയിടുന്ന സമയത്ത് വീട്ടിലറിയത്ത് ഒരു വെള്ള ഷർട്ടിട്ട ഒരാൾ വന്നു. ഓഹോ മോനെ നീ വിഭൂതിക്ക് വന്നതോ, ഞാൻ തരാന്ന് പറഞ്ഞു. വീട്ടിൽ ആരുമില്ല ആ സമയത്ത്. കയറിയിട്ടാകുമ്പോ ആ ആളെ കാണുന്നില്ല. നീ എവിടെ പോയി മോനെ? പൂജാ റൂമിൽ പോയോ? പോയിട്ട് ഉള്ളിൽ പോയിട്ട് നോക്കുമ്പോഴേക്ക് രണ്ട് കൈയും ഇങ്ങനെ അരയിൽ കുത്തിയിട്ട് നിൽക്കുന്നു ചിരിച്ചോണ്ട് പ്രത്യക്ഷപ്പെട്ടു സ്വാമി. അന്ന് സ്വാമിയുടെ ബർത്ത്ഡേ. വെള്ള ഡ്രസ്സ് ഇട്ടിന്. അതാണ് ഇവന് അല്ല അമ്മക്ക് മനസ്സിലാവാത്തത്. സ്വാമി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു അമ്മ. അപ്പൊ സ്വാമി ഇങ്ങനെ വലിയൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോത്തിന്റെ ഉള്ളിലേക്ക് തന്നെ പോയി. ഫോട്ടോത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അത് മുഴുവൻ കുങ്കുമായി മാറി. അത് ഇപ്പോഴും വീട്ടിലേക്ക് പ്രഭാകരൻ്റെ അടുക്കുണ്ട്. അതിന്റെ ഫോട്ടോ എടുത്തതും എല്ലാം ഉണ്ട്. അങ്ങനെ ഈ 62 വയസ്സിലാണ് അമ്മമ്മയ്ക്ക് ക്യാൻസർ വന്നത്. അത് കഴിഞ്ഞ് 32 വർഷം കഴിഞ്ഞിട്ട് ക്യാൻസർ ഈസ് ക്യാൻസൽഡ് എന്ന് സ്വാമി പറഞ്ഞു. ഞാനാണ് ഡോക്ടറെ അടുത്ത് ആദ്യം കൂട്ടിക്കൊണ്ടുവരുന്നത് മണിപ്പാലിൽ. 2 മാസമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞതായിരുന്നു ഡോക്ടർ. പക്ഷേ ഭഗവാൻ ക്യാൻസർ ഈസ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞപ്പോൾ 32 വർഷം പിന്നീട് അമ്മമ്മ ജീവിച്ച് 94-ാമത്തെ വയസ്സിലാണ് അമ്മമ്മ മരിച്ചത്. അപ്പോൾ ഇനി ഭജന വീഡിയോ കാണിച്ചിട്ട് ഭജന പാടാം അവസാനം. ആ ഭജന അമ്മ പാടും. അതായത് സ്വാമി എഴുതി കൊടുത്ത ഭജന. സ്വാമി പറഞ്ഞു കൊടുത്തല്ലോ, ആ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചല്ലോ. അമ്മയുടെ കയ്യിലെ വാദം മാറിയത്. എന്നിട്ട് സ്വാമി തന്നെ അത് ജസ്റ്റ് ഒരു വരി പറഞ്ഞു കൊടുത്ത ആ ഭജനയാണ് ഇന്ന് അവസാനം പാടുന്നത് ഈ വീഡിയോയ്ക്ക് ശേഷം. സമയമുണ്ട് കേട്ടോ, ഒരു 5 മിനിറ്റ് കൂടെ പറയാം. സമയമുണ്ടോ? ശരി, 5 മിനിറ്റ് കൂടെ പറയാം. ചേച്ചി പറഞ്ഞോളൂ. 10 മിനിറ്റും കൂടെ പറഞ്ഞോളൂ. 10 മിനിറ്റും കൂടെ പറഞ്ഞോളൂ. അതെ, അത് ഇപ്പൊ പ്രഭാകരന്റെ അനുഭവമെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും ഇതെല്ലാം കേൾക്കുക എന്നുള്ളത് തന്നെ മഹാഭാഗ്യല്ലേ. ചേച്ചി പറഞ്ഞോളൂ. അതെ, പ്രഭാകരന്റെ ഒരു അനുഭവം ആദ്യം എന്തെന്ന് പറഞ്ഞാല് ഓൻ ഇവിടെ മംഗലാപുരം പഠിക്കുന്ന സമയത്ത്, അതാണ് ആദ്യത്തെ. മംഗലാപുരം പഠിച്ചു കഴിഞ്ഞ് ഓന്റെ ഇത് എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, എഞ്ചിനീയറിങ്ങിന് സർട്ടിഫിക്കറ്റ്. അത് ട്രെയിനിൽ ഇരുന്നിട്ട് കഴിയുന്ന സമയത്ത് ആ പുഴയിൽ പാറി സർട്ടിഫിക്കറ്റ് പാറി. ആ പാറിയ സമയത്ത് ഇവൻ ഒച്ചത്തിൽ ട്രെയിൻ പിടിച്ച് വലിച്ചു, ഒച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ എല്ലാം പോയി. അങ്ങനെ ട്രെയിൻ അവിടെ നിന്നു. ഇവൻ ഉടനെ താഴെ ഇറങ്ങി ഈ ഭ്രാന്തന്റെ മാതിരി കാട്ടിലെ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് 2 മുസ്ലിംസ് പിന്നെ പുഴയിൽ കാറ് കഴുകുന്നു. ഇവൻ കരയുമ്പോൾ മോൻ എന്തിന് കരയുന്നു? ഇല്ല, എൻ്റെ എല്ലാം പോയി എന്ന് മാത്രമേ ഇവൻ പറയുന്നുള്ളൂ. അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് എന്താ അപ്പം എൻ്റെ ഇങ്ങനെ പോയി എന്ന് പറയുമ്പോൾ അവനെയും കൂട്ടി അവരെ കാറിൽ ഇരുത്തിയിട്ട് എവിടെ പോണ്ടത് അറിയില്ല എന്ന് പറയുന്നു. അവസാനം ഭയങ്കര മഴയും. അങ്ങനെ തിരിച്ച് പോയി പുഴയിൽ വീണ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി നടന്ന് പോകുന്ന സമയത്ത് ഭയങ്കര മഴ. കുറേ ഒരു മോനെ നോക്കൂ, ഒരു ഇല കൊഴിഞ്ഞ ചെറിയൊരു മരം. ആ മരത്തിന്റെ മുകളിൽ എന്താ ഒരു കടലാസ് ആടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഈ മുസ്ലിംസ് അത് കുലുക്കുമ്പോൾ അത് താഴെ വീണ സമയത്ത് വലിയ അത്ഭുതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ മഴയത്തും ആ കടലാസിനൊരു നനവില്ല. അതെന്താന്ന് പറഞ്ഞാൽ അവന്റെ സർട്ടിഫിക്കറ്റ് അമ്മമ്മ ഒരു തവണ ഇതേപോലെ അമ്മമ്മയുടെ ഒരു അനുഭവം കൂടി പറയുന്ന അമ്മയ്ക്ക് വിട്ടുപോയത് ഒരു കാര്യം. അമ്മമ്മ ഒരു തവണ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് മരുന്ന് കഴിക്കാൻ വേണ്ടി മരുന്ന് വാങ്ങിക്കൊടുത്തിരുന്നു. പക്ഷെ മരുന്നിൻ്റെ മൂടി തുറന്നിട്ടില്ല. അപ്പോൾ ഏത് ചെറിയ കാര്യവും സ്വാമിയോടാണ് പറയുക. അമ്മയെന്നാ വിളിക്കുക സ്വാമിയെ. അപ്പോൾ മരുന്നിൻ്റെ മൂടി ഇങ്ങനെ സീൽഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് അമ്മമ്മയ്ക്ക് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിൽ പെട്ടെന്ന് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അമ്മമ്മ സ്വാമിയുടെ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു,
സ്വാമി ഇതൊന്ന് തുറക്കാൻ ആരുമില്ലല്ലോ, ഞാൻ എങ്ങനെയാ മരുന്ന് കുടിക്കുക. അത് പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ആ സീൽ അങ്ങനെ ടക്ക് എന്ന് പറഞ്ഞ് പൊട്ടി മൂടി അതിൻ്റെ മുകളിലേക്ക് പോയി അമ്മമ്മയ്ക്കത് തുറക്കാൻ പറ്റി. അപ്പോൾ അമ്മമ്മയുടെ കൂടെ 24 മണിക്കൂറും സ്വാമി ഉള്ളത് പോലെ ആയിരുന്നു അവസാന നിമിഷം വരെ. ഈ പറഞ്ഞ വാഗപ്പൊടിയുടെ കാര്യം പറഞ്ഞല്ലോ, ആ വാഗപ്പൊടി തന്നെ സ്വാമി അവിടെ പ്രത്യക്ഷപ്പെടുത്തിയത് അമ്മമ്മയ്ക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹം, 2 വിഗ്രഹം ഉണ്ടായിരുന്നു, 2ലും വാഗപ്പൊടിയും വിഭൂതിയും ഒക്കെ ആയിരുന്നു. നിറയെ വലിയ വിഗ്രഹം കേട്ടോ, നിറയെ എത്ര കുപ്പി എടുത്താലും തീരാത്തത്രയായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു വലിയ യാഗം നടക്കുകയായിരുന്നു, സഹസ്രചണ്ഡിക യാഗം നടക്കുകയായിരുന്നു. അപ്പോൾ ആ യാഗം നടക്കുന്ന സമയത്ത് അവിടെ യാഗം നടക്കുന്ന സ്ഥലത്ത് നിന്ന് അമ്മയുടെ വീട്ടിലേക്ക്, ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമായത് കുറേയൊക്കെ, അമ്മയുടെ വീട്ടിലേക്ക് ഒരു 500 മീറ്റർ ദൂരം അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു യാഗം നടന്നത്. അങ്ങനെ മൂകാംബികയിൽ നിന്ന് ധാരാളം പണ്ഡിതന്മാരൊക്കെ വന്നിട്ടുള്ള യാഗമായിരുന്നു അത് കഴിഞ്ഞ. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ ആ സമയത്ത് അമ്മമ്മയ്ക്ക് ഇതിലൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് ദേവി അമ്മയെന്ന് വിളിച്ച് അമ്മ പ്രാർത്ഥിക്കും. ഇവിടെ യജ്ഞം ചെയ്യുമ്പോൾ അവസാനം ആ യജ്ഞത്തിന് വേണ്ടിയിട്ട് അർച്ചിച്ച എല്ലാം അവിടെ മൂകാംബിയുടെയും സ്വാമിയുടെയും ഫോട്ടോയിൽ നിന്ന് കുങ്കുമ പ്രവാഹമായിരുന്നു 500 മീറ്റർ അപ്പുറത്ത് അമ്മയുടെ വീട്ടിൽ. അവസാനം ഈ പണ്ഡിറ്റുകളൊക്കെ, ഈ കർമ്മികളൊക്കെ അമ്മമ്മയുടെ വീട്ടിൽ പോയി അമ്മമ്മയെ നമസ്കരിച്ച് അവിടെയും പൂജ ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെ അവിടെ സത്യം പറഞ്ഞ ആ സമയത്ത് ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പോലീസ് പോലും വരേണ്ടി വന്നു. പിന്നെയും എത്രയോ കാലം വിഭൂതിയൊക്കെ വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ കംപ്ലീറ്റ് എല്ലാവരും ഉണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക നമ്മുടെ ഗായകന്മാരും ഒക്കെ വന്ന് അവിടുന്ന് സ്വാമിയുടെ മുമ്പിൽ പൂജ പാട്ട് പാടി. ശ്രീ പത്മകുമാർ അവിടെ വന്ന് ഭജന പാടുന്നതിൻ്റെ ഇടയിൽ ഹനുമാന്റെ ഫോട്ടോ ചാടിയിട്ട് ശരിക്കും ശ്രീരാമൻ്റെ അടുത്തേക്ക് പോയ അനുഭവം അതൊക്കെ അന്ന് റെക്കോർഡ് ചെയ്തതായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ ഇപ്പോഴും എല്ലാ ആഘോഷങ്ങളിലും ഇപ്പം അമ്മയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അമ്മ ഉള്ളത് കൊണ്ട് അമ്മയുടെ അത് കാരണം തന്നെ എല്ലാ തവണയും അവിടെ വിഭൂതിയും എല്ലാ ഉത്സവ സമയത്തും വിഭൂതിയും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല ഉത്സവ ദിവസങ്ങളിലും രാവിലെ എഴുന്നേക്ക് നോക്കുമ്പോൾ അവിടെ ഇത് കാണാം. സായിരാം, നമുക്ക് സമയമായി, എന്തായാലും വീഡിയോ കാണിച്ചോളൂ. അല്ല, അവർ വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വാമിയുടെ ഒരു വീഡിയോ കാണിക്കും. కమ్యూనికేషన్ అంటే కేవలం రైటింగ్ లో కానీ, ఫోన్ లో కానీ, మాటల్లో కానీ ఒకరికొకరు వ్యక్తిగతమైనటువంటి యొక్క కమ్యూనికేషన్ ఇది కాదు ప్రధానమైనది. The communication between two individuals is not only through writing. శారీర, మానసిక, ఆధ్యాత్మిక, ఇంద్రియ, మనోభావ అన్నిటి యొక్క సంబంధమే నిజమైనటువంటి It కమ్యూనికేషన్. is not only through writing or phone. It is through the senses, through the understanding, through the feeling. నవ్వుతూ మనకు కమ్యూనికేషన్ ఉంటుండాలి. There are 9 types of communication. మన కనుసైగలతో కమ్యూనికేషన్ ఉంటుండాలి. The first is the communication through the eyes. ఈ కమ్యూనికేషన్ అంటే ఏమిటి? ఒక అండర్స్టాండింగ్ చేసుకోవాలి. What is this communication? It is necessary. This is understanding. అండర్స్టాండింగ్ లేకపోతే ఈ కమ్యూనికేషన్ అనేటువంటి పేరుకి సరైనటువంటి అర్థం లేదు. When there is no understanding, there is no communication. ఒక చిన్న ఉదాహరణ, There is a small example. మన దేశంలో ఉండినటువంటి ఇంద్రియంలో కన్ను ఒక చెట్టు పైన ఉన్న పండును చూచింది. When our eye sees the fruit on the tree, కన్ను చూచిన తక్షణమే ఆ ఫలము మన కడుపుకు చేరటం లేదు. as soon as we see it, it does not reach our stomach. తక్షణమే మనసు ఆజ్ఞ వేస్తుంది. Immediately the intention is given by the mind. అప్పుడు కాళ్ళు కదులుతాయి. Then the feet take the step. చెట్టు దగ్గరికి పోయేటప్పటికి నడుము వంగుతుంది. As soon as we reach near the tree, we go with the hand comes out. నడుము వంగిన తర్వాత చెయ్యి రాయి తీసుకుంటుంది. As it goes down and takes the stone. రాయి తీసుకుంటేనే భుజం ఆ పండుకు విసురుతుంది. Then the shoulder throws the stone. అప్పుడు పండు కింద రాలుతుంది. Then the fruit falls down. రాలిన పండును వేళ్లతో అందుకుంటుంది. Then the fallen fruit is picked up. అందుకున్నటువంటి ఫలమును నోటికి అందిస్తుంది. Then it is put to the lips. నోటి యందు ఉన్నటువంటి పండు దానిని చక్కగా నమిలి జఠరాగ్నికి చేరుస్తున్నాయి. Then the essence of the fruit reaches the body. చెట్టు పైన ఉన్నటువంటి పండు పొట్టలో చేరాలంటే ఎన్ని అంగములు ఎన్ని రకమైనటువంటి యొక్క సహనభావంతో పనిచేశాయి. For the fruit to reach the inner body, how many organs have to work together? ఈ పండు మన ఉదరంలోకి చేరాలనుకుంటే ఏ అంగం ప్రధానమైనటువంటి కర్మ? For the fruit to reach us, which organ is more important?
ఆ విధంగా దృష్టి అన్ని అంగములు కూడాను సమానమైనటువంటి ఒక దీంతోనే పని చేస్తూ వచ్చాయి. If we look in that way, it is necessary for all the organs to work together. ఇక్కడనే ఆ కమ్యూనికేషన్ ఒకదానికొకటి సంబంధం చేరుతుంటారు. ఇక్కడ అన్యోన్య భావము, అనురాగ సంబంధము. This is the kind of understanding and the unified working which has to be done. కనుక ఈ విధమైనటువంటి యొక్క అంతర్ సంబంధమైనటువంటి యొక్క అండర్స్టాండింగ్ చాలా అవసరమైనటువంటి. This inner understanding, this inner relationship is most ఒక్క important. ఇంద్రియములకు మరొక ఇంద్రియములకు చక్కని సంబంధ బాంధవ్యం ఉంటుండాలి. For one sense to the other sense, there has to be a close relationship. అంతేకాదు ఆ యొక్క అంగములన్నీ కూడాను ఆ ఫలమును మన యొక్క పొట్టకు చేర్చడం చేత పొట్ట కూడాను ఆ యొక్క కృతజ్ఞత రూపమైనటువంటి రీతిగా ఆ జీర్ణం గావించుకొని ఆ యొక్క రసమునంతా కూడా సర్వాంగమునకు సప్లై చేస్తుంది. Once the fruit reaches the stomach to express its gratitude, sends the essence to all parts of the body. కనుక ఇక్కడ మేనేజ్మెంట్ అంటే ఏంటి? వర్కర్స్ తో కానీ, లేక మార్కెట్ వాళ్ళతో కానీ, అడ్వర్టైజ్ వాళ్ళతో కానీ, పేరు వాళ్ళతో కానీ అందరితో కూడాను ఒక సన్నిహిత సంబంధ బాంధవ్యం ఏర్పరచుకోవాలి. భజన పాడాలి. సాయి దర్శనం పుణ్యదర్శనం, సాయి స్పర్శనం పావనాశనం, సాయి భాషణం വേദവാക്യവും പർത്തിവാസനെ സ്വാമി വിശ്വനായക. മത്സ്യമായതും കൂർമ്മമായതും വരാഹമായതും നരസിംഹമായതും രാമനായതും കൃഷ്ണനായതും പർത്തിവാസനെ സ്വാമി വിശ്വനായക. സായി ദർശനം പുണ്യദർശനം, സായി സ്പർശനം പാപനാശനം. അമ്മയാണു നീ, അച്ഛനാണു നീ, ബന്ധുവാണു നീ, മിത്രമാണു നീ, ആഴിയാണു നീ, വായുവാണു നീ, അഗ്നിയാണു നീ, ശക്തിയാണു നീ, ബ്രഹ്മമാണു നീ, വിഷ്ണുവാണു നീ, പർത്തിവാസനെ സ്വാമി വിശ്വനായക. സായി ദർശനം പുണ്യദർശനം, സായി സ്പർശനം പാപനാശനം. സായി ഭൂമിയിൽ സേവ ചെയ്യുവാൻ എൻ കരങ്ങളിൽ ശക്തി നൽകണേ. സായി പാദത്തിൽ കുമ്പിടുന്നരം സായി കൈകൊണ്ടൽ അനുഗ്രഹിക്കണേ. സായി പാദത്തിൽ നമസ്കരിക്കു ഞാൻ, പാദപത്മത്തിൽ അലിഞ്ഞു ചേരു ഞാൻ. ശരണ സായിയേ സ്വാമി ശരണ സായിയേ, 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 ശരണ സായിയേ ശരണ സായിയേ. ഇതെല്ലാം ഞാൻ പാടി കഴിയുമ്പോഴേക്കും എനിക്ക് കൈ വേദനയില്ല. ഇതെല്ലാം സ്വാമി എഴുതി തന്നതാണ് എനിക്ക്. അല്ലാതെ ഞാൻ സ്വാമി എത്ര മനോഹരായിരിക്കണു ശ്യാമള ചേച്ചി, പാടിയത് അതിലും മനോഹരം. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതില് ചേർന്നതിന് 100 കോടി നമസ്കാരം ശ്യാമള ചേച്ചിക്ക്. ശ്യാമളച്ചി സായിരാം. ലക്ഷ്മണനാണ് സായിരാം. 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 ആക്ച്വലി പ്രഭാകരൻ സാറിനോട് പറയാണ്, ഈ പാട്ട് നമ്മള് പ്രസിദ്ധീകരിക്കേണ്ടതല്ലേ? ഞാൻ ആക്ച്വലി ഇത് അയച്ചു കൊടുത്തിരുന്നു, നമ്മുടെ നിമ്മിക്ക് മുമ്പേ അയച്ചു കൊടുത്തിരുന്നു.
ഇത് നമ്മള് ഓൾറെഡി നമ്മളിപ്പോ യൂട്യൂബിലുണ്ട്, പക്ഷെ എന്നിട്ട് അത് എന്റെ യൂട്യൂബിലായതുകൊണ്ട് ഞാനത് നിമ്മിക്ക് അയച്ചു കൊടുത്തിരുന്നു. അത് പ്രസിദ്ധീകരിച്ചു, ഒരു തവണ പ്രസിദ്ധീകരിച്ചതാണ് എന്റെ ഓർമ്മ മുമ്പ്. ആദ്യം എനിക്ക് അറിയില്ല, ഒന്ന് നോക്കണം. ഇത് കൊടുത്തിരുന്നു. നോക്കണം. ഇത്ര മനോഹരമായ ഭഗവാന്റെ വരികള് നമ്മളത് വിട്ടുകളയാൻ പാടില്ലല്ലോ. അല്ല, ഇത് ആദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. നമ്മുടെ സീരീസിൽ ഉണ്ടായിരിക്കും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. കുറെ ഇത് നടന്നിട്ട് കുറെ നാളായിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ ഉടനെ ഞാൻ വീണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ, അത് കൊടുക്കാം തീർച്ചയായും. സായിറാം പ്രഭാകരട്ട, സായിറാം അമ്മയോട് പറഞ്ഞു ഒരു ഭജനയും കൂടെ പാടാൻ പറ്റുമോ സായിറാം പ്രഭാകരട്ട? അല്ല, ഞാൻ അമ്മ പാടിയ ഭജനകളൊക്കെ ഞാൻ ഒരു പാട്ടും കൂടി പാടട്ടെ അമ്മ. കറക്റ്റ്. മധുര മധുര മുരളീധര മാധവ മധുസൂദന ശ്രീകൃഷ്ണ നീലമാല ശ്രീകൃഷ്ണ വന മാലികാഭരണ കൃഷ്ണ വിജയ സാരദേ കൃഷ്ണ ഹേ വേണുവിലോല കൃഷ്ണ വിജയ സാരഥേ കൃഷ്ണ ഹേ വേണുവിലോല കൃഷ്ണ ഗീതബോധക കൃഷ്ണ ജഗന്നാഥ സായ ശ്രീ കൃഷ്ണ ഗീതബോധക കൃഷ്ണ ജഗന്നാഥ സായ ശ്രീ കൃഷ്ണ ശരണം ശരണം ശ്രീ കൃഷ്ണ രക്ഷ രക്ഷ ശ്രീ കൃഷ്ണ ശരണം ശരണം ശ്രീ കൃഷ്ണ രക്ഷ രക്ഷ ശ്രീ കൃഷ്ണ മധുര മധുര മുരളീധര മാധവ മധുസൂദന ശ്രീ കൃഷ്ണ. സൈറാം അതിധന്യമായ ഒരു എപ്പിസോഡാണ് ഇന്നിവിടെ കഴിഞ്ഞത് അല്ലേ സൈറാം? ചേച്ചി, അമ്മയുടെ പാട്ട് ഭജനകളെല്ലാം ഒരു CD ആക്കിയിട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു സംഗീതോത്സവത്തില് പാലക്കാട് വെച്ച് 2015. ആ CD നമ്മുടെ ഒരു ഒട്ടുമിക്ക സായി ഭക്തന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് യൂട്യൂബിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് യൂട്യൂബിൽ നിന്ന് ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തന്നാൽ എല്ലാവർക്കും കേൾക്കാവുന്നതാണ്. സായിറാം. അതെ, മനോഹരമായിട്ട് പാടുന്നുണ്ട് ചേച്ചി. സൈറാം താങ്ക് യു സോ മച്ച്. സാറാ മാഷിനെന്ന് പറയാനില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് ശ്യാമളേട്ടി ഒന്നും പറഞ്ഞില്ല. എത്രയോ കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങള് പറയാനുണ്ടായിരുന്നു. സാറ് ആക്സിഡന്റില് ആശുപത്രി ഉണ്ടായിരുന്നതും സ്വാമിയുടെ അനുഭവം കിട്ടിയത് അത് ഇനിയൊരു സന്ദർഭത്തില് നമുക്ക് പറയാം. അല്ല, അതെ, ഇനി പറയാം. ഞാൻ പിന്നെ അതെന്തുകൊണ്ട് വെച്ചാല് പ്രയോറിറ്റി കൊടുത്തത് ഞാനത് എന്റെ അണ്ടർ സർജറി യജ്ഞത്തിൽ ഞാനത് പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ആയില്ല എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോ അത് അതിന്റെ ആ തീവ്രത വേറൊരാൾ പറഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ. അത് ഇനിയൊരു ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഇനിയൊരു സമയത്തിലാവാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ അങ്ങേയറ്റം കടപ്പാടുള്ള ഒരു കുടുംബമാണ് ശ്യാമളേട്ടിയുടെയും കുഞ്ഞിരാമേട്ടന്റെയും പ്രഭാര സാറിന്റെയും കുടുംബം. കാരണം സത്യസായി സേവാ സംഘടനയ്ക്ക് തറക്കല്ലിട്ട് അതിനെ വളർത്തി ഒരു ശക്തമായ നിലയിൽ എത്തിച്ചത് ഈ കുടുംബമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രചോദനവും മുന്നോട്ട് പോകാനുള്ള ശക്തിയും തരുന്നത് അമ്മയാണ്. ഇന്നും ഈ പ്രായത്തിലും വ്യാഴാഴ്ചയും ഞായറാഴ്ചയൊക്കെ അമ്മ ഭജനയ്ക്കെത്തും, ഭജന പാടും. ഞങ്ങൾക്കെല്ലാം അതുകൊണ്ട് വളരെ വളരെ സന്തോഷം ഇന്ന് വന്നതിലും ധന്യമാക്കിയതിലും. സായിരാം. ഇനി മനസ്സിലാമ സായി ഉപമ പറയും. സായി ഉപമ. സിനിമയുടെ തിരശ്ശീല സത്യവും അതിലൂടെ കാണുന്ന ചിത്രങ്ങൾ മിഥ്യയുമാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ തിരശ്ശീല അവിടെ ഉണ്ടെന്ന് അറിയുന്നതേയില്ല.
നിങ്ങൾ അത് തീർത്തും മറന്നുകൊണ്ട് ചിത്രങ്ങൾ മാത്രം കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതിനൊരു അടിസ്ഥാനമുണ്ട് എന്ന് ഓർക്കുന്നതേയില്ല. പക്ഷേ ആ തിരശ്ശീല അവിടെ എല്ലായ്പ്പോഴുമുണ്ട്. പടം കാണാൻ കഴിയുന്നത് അത് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ശ്രീമൻ നാരായണൻ തിരശ്ശീലയും പ്രകൃതി അഥവാ പ്രപഞ്ചം സിനിമയുമാണ്. കളി നടക്കുമ്പോൾ തിരശ്ശീലയാണ് ആധാരം. പ്രകൃതി നാരായണമയമായി തീരുന്നു. തിരശ്ശീല സത്യമാണ്. കഥ അഥവാ ലോകം സംസാരമാണ്. അതായത് ലോക ജീവിതത്തിന് കുറച്ചു സാരമേയുള്ളൂ എന്ന് അർത്ഥം. ഭഗവാൻ ശ്രീ സത്യസായി ബാബ. അമ്മ ചേച്ചി തന്നെ പറഞ്ഞോട്ടെ അല്ലെ? വത്സലാമ്മ ഒരു മിനിറ്റ്. ശാന്തിമന്ത്രം. വത്സലാമ്മ ശ്യാമളേച്ചി ശാന്തിമന്ത്രം പറയും. ശ്യാമളടുത്തി ലക്ഷ്മണ മാഷാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതുമാണ്. അപ്പോ ഭഗവാന്റെ കൃപയും അനുഗ്രഹവും ആയുരാരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സായിരാം. ഇന്നത്തെ ഭജനയിലും ഇന്നിപ്പോ ഭജന കഴിഞ്ഞിട്ടാണ് വന്നത്. ഇന്നിപ്പോ 100 ഭജനകൾ പാടിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ കുറെ ഭജന അമ്മ പാടിയിട്ടാ വന്നത്. മാഷെ സായിരാം പ്രഭാര സാറിനെ പോലൊരു മകനെ കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങക്ക് തന്നത് കൊണ്ട് തന്നെ ധന്യമായി. ഈ അമ്മ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായതെന്നല്ലേ? അതല്ലേ കുറച്ചും കൂടെ ശരി. അതെ, ശരിയാണ്. അമ്മയുടെ പാട്ടും അമ്മയുടെ ഭക്തിയും അമ്മയുടെ വിനയവും അതൊക്കെ തന്നെയാണ് പ്രഭാരന് കിട്ടിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ശിവരുണ്ടെങ്കിലേ ചിത്രമുള്ളൂ. ആധാരം തിരശ്ശീല അമ്മയാണ്. ഒരു സംശയമില്ല. സായിരാം. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും വളരെ ധന്യമായ ഒരു മുഹൂർത്തമായിരുന്നു. അപ്പൊ ശ്യാമള ചേച്ചി ഇത് പറഞ്ഞല്ലോ, ശാന്തി മന്ത്രം. സമസ്തലോക സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.